ജ്യോതികുമാർ ചാമക്കാല, സംസ്ഥാന സർക്കാരിന് ഈ കാര്യത്തിൽ ഒന്നും ചെയ്യാനില്ല. നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഉത്തരവാദിത്വത്തിലാണ് പാതാ നിർമ്മാണവും ദേശീയപാതാ നിർമ്മാണവും നടന്നുകൊണ്ടിരിക്കുന്നത്. സ്ഥലം ഏറ്റെടുത്തു കൊടുക്കുക, പ്രാഥമികമായി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക എന്നതിനപ്പുറത്ത് ഇപ്പോഴുണ്ടായിട്ടുള്ള പിഴവുകളുടെ ഉത്തരവാദിത്വമോ ബാധ്യതയോ സംസ്ഥാന സർക്കാർ തലയിൽ ചുമക്കേണ്ടതില്ല എന്ന് ശ്രീ വി.പി. മുസ്തഫ പറഞ്ഞു. കമ്പനി ക്രെഡിബിൾ ആയിട്ടുള്ള ഒരു കമ്പനിയാണ്, ആ കമ്പനിയെ ഏൽപ്പിച്ചു. അത് പൂർത്തിയായി കഴിയുമ്പോൾ ഞങ്ങൾ ആ കാര്യങ്ങൾ പരിശോധിക്കുമായിരുന്നു. ഓരോ ഘട്ടത്തിലും പരിശോധിക്കുക എന്നുള്ളത് വ്യവസ്ഥയുടെ ഭാഗമായിട്ടുള്ളതല്ല എന്ന് ശ്രീ PR ശിവശങ്കറും പറഞ്ഞു. എന്താണ് പ്രതിപക്ഷത്തിന്റെ ഈ വിഷയത്തിലെ നിലപാട്? ഗോപികൃഷ്ണൻ, എന്ത് സംഭവിച്ചാലും ഈ സംസ്ഥാനത്ത് ഇത്തരത്തിൽ ദേശീയപാതയുടെ നിർമ്മാണം അത് ഒരു പ്രതിസന്ധിയിൽ എത്തി നിൽക്കുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്, ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ്. ഇവിടെ നോക്കൂ, ഇവിടെ ഈ കൂരിയാട് തെറ്റിപ്പോരുതല്ലോ, കൂരിയാട് ഈ സംഭവം ഉണ്ടായതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ആ ദിവസം വരെ ഈ സംഭവം കഴിഞ്ഞ ദിവസം ഉണ്ടാകുമ്പോൾ നോക്കൂ, വേനൽ മഴയിലാണ്, ഒരു വാഹനം പോലും ആ റോഡിലൂടെ പോകാതിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഇത് തകർന്നു വീണിരിക്കുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിപ്പോൾ എല്ലാ ദിവസവും PR വർക്ക് നടത്തുകയും പാലത്തിലൂടെ ആടുകയും പാടുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന നമ്മുടെ സംസ്ഥാനത്തിൻ്റെ PWD മിനിസ്റ്റർ, അദ്ദേഹം ഡ്രോൺ ഉപയോഗിക്കുന്നു, അവിടുന്ന് വരുന്നു, ഇവിടുന്ന് വരുന്നു, അങ്ങോട്ട് നീങ്ങുന്നു. നോക്കൂ, നമ്മളിപ്പോൾ ഈ കേരളത്തിൽ ഏതെങ്കിലും ന്യൂസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു യൂട്യൂബ് ചാനലിൽ ഏതെങ്കിലും ഒന്ന് കണ്ടാൽ അതിനിടയ്ക്ക് നമ്മൾ 15 പ്രാവശ്യം ഈ 20 മന്ത്രിമാരെയും കാണേണ്ട സാഹചര്യം ഉണ്ടാകുന്നു. ഈ റോഡിനെ കുറിച്ച് അറിയാത്ത മന്ത്രിമാർ പോലും എഴുതി വായിക്കുന്നു. അത് PR ഏജൻസിയുടെ സഹായത്തോടു കൂടി ഈ യൂട്യൂബിലൂടെ പരസ്യമായി തന്നെ കൊടുക്കുന്നു. ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തങ്ങളുടെ ഒരു പ്രസ്റ്റീജിയസ് പ്രോജക്റ്റ് ആക്കാൻ ശ്രമിച്ച ഒരു പദ്ധതിയെ സംബന്ധിച്ചാണ് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഈ ചർച്ച ചെയ്യുമ്പോൾ ഞാൻ VP മുസ്തഫ പറഞ്ഞ 1-2 കാര്യങ്ങൾക്ക് മാത്രം മറുപടി പറയാം. അദ്ദേഹം പറഞ്ഞു, ഇവിടെ പിണറായി വിജയൻ വന്നതുകൊണ്ടാണ് ഈ സംസ്ഥാനത്ത് 45 മീറ്ററിലേക്ക് ഇത് പോകാൻ സാഹചര്യം ഉണ്ടായതെന്ന് അദ്ദേഹം പറയുന്നു. ഇവിടെ VS അച്യുതാനന്ദൻ 2010, ഞാൻ ഡേറ്റ് കുറിച്ച് വെച്ചിട്ടുണ്ട്, ഏപ്രിൽ മാസം 21-ാം തീയതി അദ്ദേഹം പത്രസമ്മേളനം നടത്തി പറഞ്ഞു. അന്ന് അദ്ദേഹം മുഖ്യമന്ത്രിയാണ്. അദ്ദേഹം പത്രസമ്മേളനം നടത്തി പറഞ്ഞത് എന്താണെന്ന് നമുക്കറിയാം. ഞാൻ അദ്ദേഹം പത്രസമ്മേളനം നടത്തി പറഞ്ഞ ഒരു വാചകം മാത്രം ഒന്ന് കേൾപ്പിക്കാം. എല്ലാവരും 30 മീറ്റർ യാതൊരു കാരണവശാലും കൂട്ടരുത്. അങ്കമാലി മുതൽ അരൂർ ചേർക്കല വരെ നോക്കൂ, ഇപ്പൊ 30 മീറ്ററിലാണ് നല്ല റോഡ് ഇട്ടിരിക്കുന്നത്. ആ റോഡിന്റെ 2 സൈഡും കണ്ടാൽ തന്നെ അത് വെട്ടിമാറ്റിയാൽ തന്നെ 30-നും കുറയ്ക്കാൻ കഴിയുമെന്ന സ്ഥിതിയാണ് ഇപ്പൊ അതിന്റെ അനുഭവത്തിൽ ഉണ്ടാകുന്നതെന്നൊക്കെ പറഞ്ഞു. ഞാൻ സമയച്ചുരുക്കമ്പോൾ അതിലേക്കൊന്നും കടന്നു പോകുന്നില്ല. മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനമായിരുന്നു VP മുസ്തഫ എന്ന് പ്രത്യേകം കേൾക്കണം. മുഖ്യമന്ത്രിയായിരുന്ന VS അച്യുതാനന്ദ പത്രസമ്മേളനമാണ്. അത് മാത്രമല്ല, അദ്ദേഹം ഒരു പ്രതിനിധി സംഘത്തെയും കൊണ്ട് ഡൽഹിയിൽ പോയിട്ടുണ്ട്. ആ ഡൽഹിയിൽ പോയ ഡേറ്റ് കൂടി ഞാൻ താങ്കൾക്ക് പറയാം. 2010 ഏപ്രിൽ മാസം 21-ാം തീയതി ഡൽഹിയിൽ പോയിട്ടുണ്ട്. ആ ഡൽഹിയിൽ പോകുമ്പോൾ MA ബേബിയും M വിജയകുമാറും ഉൾപ്പെടെയുള്ള മന്ത്രിമാർ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു എന്ന കാര്യം താങ്കൾ മറക്കരുത്. അപ്പോൾ അത് മൻമോഹൻ സിംഗിനോട് പറഞ്ഞതും പിന്നീട് നമുക്കറിയാം. റീഹാബിലിറ്റേഷൻ റീസെറ്റിൽമെൻറ്റ് ആക്ട് വന്നതിൻ്റെ പേരിൽ മാത്രം ഇവിടെ ഇത്തരത്തിൽ ലാൻഡ് അക്വിസിഷൻ നടത്തുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ ലാൻഡ് അക്വിസിഷന് അടിസ്ഥാനപരമായിട്ടുണ്ട് അത് റീഹാബിലിറ്റേഷൻ ആൻഡ് റീസെറ്റിൽമെൻറ്റ് ആക്ട് വന്നത് തന്നെയാണ് 2013-ലേത്. അതിനുശേഷം ചട്ടവും അതിൻ്റെ ഓർഡിനൻസും ഒക്കെ വരാൻ സമയമെടുത്തു എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അപ്പോഴത്തേക്കും 2 സർക്കാരുകളും മാറിയിരുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അതൊക്കെ നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. ഇതൊക്കെ പറയുമ്പോഴും എന്താ സംസ്ഥാന സർക്കാരിൻ്റെ ഈ പ്രോജക്റ്റിലുള്ള കോൺട്രിബ്യൂഷൻ, അത് എന്തുകൊണ്ടാണ് BJP ഉറപ്പിച്ച് പറയാത്തത്? സംസ്ഥാന സർക്കാരിന് ഇതിൻ്റെ ക്രെഡിറ്റ് കൊടുക്കാൻ BJPക്കും താല്പര്യമുണ്ടല്ലോ. ഞാൻ ചോദിക്കട്ടെ, ഈ പ്രോജക്റ്റിൻ്റെ കോസ്റ്റ് ഏകദേശം 60,000 കോടി രൂപയിൽ കൂടുതലുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിൽ. ഇതിൽ വെറും 5,000 കോടി രൂപയുടെ, അതും കിഫ്ബിയിൽ നിന്ന് ലോൺ എടുത്ത് ലാൻഡ് അക്വിസിഷൻ്റെ 4/1, ലാൻഡ് അക്വിസിഷൻ്റെ മാത്രം 4/1 കൊടുത്തതിന് ശേഷം ഇത് ഞങ്ങളുടെ കുഞ്ഞാണ് എന്ന് മുഖ്യമന്ത്രിക്കും മരുമകനുമൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കാനുള്ള ജാളിതയില്ലായ്മ, അതിനെക്കുറിച്ച് എനിക്കൊന്നും പറയാനില്ല. കേട്ടുകൊണ്ടിരിക്കുന്നവർ വിശ്വസിക്കട്ടെ, മനസ്സിലാക്കട്ടെ. ഒരു കാര്യം ഗോപികൃഷ്ണൻ ഉറപ്പ് പറയാമല്ലോ, ഈ പ്രോജക്റ്റിൽ കേരള സർക്കാരിൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഈ പ്രോജക്റ്റ് ഇംപ്ലിമെൻറ്റേഷനുമായി ബന്ധപ്പെട്ട് ഒരു പൈസ പോലുമില്ല. മറിച്ച് ലാൻഡ് അക്വിസിഷൻ്റെ 1/4 സംസ്ഥാന സർക്കാർ കടമെടുത്ത് നൽകിയിട്ടുണ്ട്. അതിനപ്പുറത്തേക്കൊന്നുമില്ലല്ലോ. ഈ സംസ്ഥാനത്ത് തന്നെ ഉമ്മൻചാണ്ടി മന്ത്രിസഭ ഉണ്ടായിരുന്നപ്പോൾ കൊല്ലത്തെയും ആലപ്പുഴയിലെയും മുടങ്ങിക്കിടന്ന ബൈപ്പാസിൻ്റെ പണിയുടെ ആ കൺസ്ട്രക്ഷൻ പ്രോസസ്സിൻ്റെ നേരെ 50% സംസ്ഥാന സർക്കാർ കൊടുത്ത് നിർവഹിച്ചതാണ് ആലപ്പുഴയും കൊല്ലവും ഉൾപ്പെടെയുള്ള 2 ബൈപ്പാസുകൾ എന്ന കാര്യവും താങ്കൾ മറക്കരുത്. ഈ അവസരത്തിൽ നമ്മൾ പറയാതെ പോകുന്നത് ശരിയല്ല. താങ്കൾ പറയുന്നത് ഈ ദേശീയപാത വരുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സംസ്ഥാന സർക്കാർ എന്ത് ചെയ്തു, കേന്ദ്രം എന്ത് ചെയ്തു എന്നതാണ്. പക്ഷെ നമ്മുടെ മുന്നിൽ ഇപ്പോഴുള്ളത് ആ ദേശീയപാതയിൽ ഉണ്ടായിരിക്കുന്ന വിള്ളൽ, അതിൽ ഒരു ചെറിയ മഴയ്ക്ക് തന്നെ ഉണ്ടായിട്ടുള്ള മണ്ണിടിച്ചിൽ. അപ്പോൾ അതിന്റെ ഉത്തരവാദിത്വം അതിലേക്കൊന്ന് വരൂ. ഞാൻ അതിലേക്കാണ് വരുന്നത്. ഇത്രയെങ്കിലും ഞാൻ പറഞ്ഞില്ലെങ്കിൽ ഗോപികൃഷ്ണൻ ഈ VP മുസ്തഫ പറഞ്ഞതെല്ലാം കേട്ടുകൊണ്ട് എല്ലാം ശരിയെന്ന് ഈ കേൾക്കുന്നവർ വിശ്വസിക്കില്ലേ? ഞാൻ അദ്ദേഹം പറഞ്ഞതിന് മാത്രമല്ല മറുപടി പറഞ്ഞുള്ളൂ. ഞാൻ വസ്തുതയിലേക്ക് വരാം.
ഇവിടെ നമ്മുടെ മുമ്പിൽ പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പിന്നെ ഒരുപാട് തർക്കങ്ങളും കാര്യങ്ങളും ഒക്കെ നൽകുന്നു. പിന്നെ ഇവിടെ ബോർഡ് വെക്കുന്നു, സംസ്ഥാന സർക്കാർ പറയുന്നു ഞങ്ങളുടെ പ്രോജക്റ്റ്, സംസ്ഥാന സർക്കാർ PR ഏജൻസി നടത്തുന്നു. പിന്നെ ഇപ്പോൾ എന്താ നമ്മുടെ പിന്നെ VPP മുസ്തഫ പറഞ്ഞത്, ഈ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് യാതൊരു പങ്കുമില്ല എന്ന് ഈ ചർച്ചയിൽ അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞ വാചകം അതുപോലെ തന്നെ കുറിച്ചെടുത്തിരിക്കുക. പിന്നെ നിങ്ങൾക്ക് എന്താണ് ഇതിനകത്ത് പങ്കുന്നേ? നിങ്ങൾക്ക് എന്ത് പങ്കുണ്ടായി? ഇപ്പോൾ പിന്നെ വഴിയെ പോയ വയ്യാവേലി എടുത്ത് തോളത്ത് വെച്ചതുപോലെയായി. തോളത്ത് വെച്ചെന്ന് ഞാൻ ഇപ്പോൾ തൽക്കാലം പറയുന്നുള്ളൂ. ആ വയ്യാവേലി തോളത്തെടുത്ത് വെച്ചതുപോലെ ഇത് ഞങ്ങളുടെ കുഞ്ഞാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് പരസ്യപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഇതിന് മറുപടി പറയേണ്ട അവസ്ഥ കൂടി മുഖ്യമന്ത്രിക്കും മരുമകനും വന്നു ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇവിടെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവത്തെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. MP രാജേഷ് പടങ്ങി നിൽക്കുന്നതും മുഖ്യമന്ത്രി പോകാരുന്നതും പിന്നെ സ്മാർട്ട് സിറ്റിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അതവിടെ നിൽക്കട്ടെ. ഇപ്പോൾ നമ്മുടെ മുമ്പിൽ ഈ വിഷയം ഇങ്ങനെ നിൽക്കുമ്പോൾ ഇത്തരത്തിലൊരു പ്രോജക്റ്റ് നടപ്പിലാക്കേണ്ടത് ഇങ്ങനെയാണോ? ഇതിന് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ വീഴ്ചകൾ വന്നത്? ആ വീഴ്ചകൾ വന്നതിനെ സംബന്ധിച്ച് പഠിക്കേണ്ടതില്ല. ഇവിടെ പിന്നെ നമ്മുടെ BJPയുടെ പ്രതിനിധി ശ്രീ ശിവശങ്കർ പറഞ്ഞു, ഇത് എന്ത് നഷ്ടമുണ്ടായാലും അത് കമ്പനി വഹിക്കുന്നത്. കോസ്റ്റ് എസ്കലേഷൻ പിന്നെ പ്രോസസ്സിലൂടെ ഇതിൻ്റെ ഇപ്പോൾ ചിലവാകാൻ പോകുന്ന, അതായത് ഈ ഇടിഞ്ഞു വീണതിന് ശേഷം ഇത് റീബിൽഡ് ചെയ്യുന്നതിന് ചിലവാകാൻ പോകുന്ന പൈസ പോലും കമ്പനി എഴുതിയെടുക്കും എന്നുള്ള കാര്യം നമുക്കറിയാമല്ലോ. അത് സംസ്ഥാനത്തായാലും കേന്ദ്രത്തിൻ്റെ വർക്കുകളായാലും പലപ്പോഴും അങ്ങനെ തന്നെയാണ് സംഭവിക്കാറുള്ളത്. അതിന് എത്ര ന്യായീകരിക്കാൻ ശ്രമിച്ചാലും ശിവശങ്കർ ആ പൈസ കൂടി ഈ പ്രോജക്റ്റിൻ്റെ ഭാഗമായി തന്നെ ആ കമ്പനി എഴുതിയെടുക്കും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇവിടെ നമ്മൾ ചോദിക്കുന്നത് സാധാരണക്കാരായ ജനങ്ങൾക്കുണ്ടായിരുന്ന കോമൺ സെൻസിൻ്റെ പുറത്തുള്ള അവരുടെ പിന്നെ ആശങ്കകൾ, ആ ആശങ്കകൾ പോലും കേൾക്കാൻ ഇതിൻ്റെ ഉദ്യോഗസ്ഥരോ സർക്കാരോ തയ്യാറായില്ല എന്നുള്ളൊരു പ്രശ്നമല്ലേ? ഞാൻ ചോദിക്കട്ടെ, സാധാരണക്കാർ എത്ര നാളമായി സമരപത്തിലാണ്? അവർ പറഞ്ഞു എലിവേറ്റഡ് ഹൈവേ ഇവിടെ പ്രായോഗികമായിട്ടുള്ളൂ. ഈ പറയുന്നത് പോലെ എന്താ പറയുന്നത് 6 ബ്ലോക്കുകൾ കൊണ്ട് ഇങ്ങനെ ചെയ്യാൻ പാടില്ല. ചെയ്താൽ പോലും അതിനകത്ത് ബെൽറ്റ് വാർക്കുന്നതുമായി നമ്മളൊരു വീട് വെച്ചാൽ പോലും എവിടെയൊക്കെയാണ് ബെൽറ്റ് വാർക്കാറുള്ളത്? അത് പിന്നെ ഫൗണ്ടേഷൻ കഴിയുമ്പോൾ ചിലപ്പോൾ ചെയ്യാറുണ്ട്, ചിലപ്പം പിന്നെ പല സ്റ്റേജുകളിൽ ചെയ്യാറുണ്ട്. അത് സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയാണ്. ഇവിടെ അങ്ങനെ ഒന്നും ചെയ്യാതെ പിന്നെ വ്യവസ്ഥാപിതമായുള്ള നിയമപ്രകാരം ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. അതിനപ്പുറത്തേക്ക് സാധാരണക്കാർ ഈ പ്രോജക്റ്റ്, ഈ ചതുപ്പ് നിറഞ്ഞ പ്രദേശങ്ങളിൽ ഇത്തരത്തിലുള്ള പ്രോജക്റ്റുമായി മുന്നോട്ട് പോകുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ആശങ്കകൾ നിരവധി തവണ അറിയിച്ചിട്ടുണ്ട്. മേധാ പർക്കറെ പോലെയുള്ളവർ പരസ്യമായി പ്രതികരണവുമായി വന്നിട്ടുണ്ട്. അവർ കുത്തിയിരുന്ന് സമരം ചെയ്തതിൻ്റെ പേരിലാണ് അവസാനം മുഖ്യമന്ത്രി അവരെ ഒന്ന് കാണാൻ തയ്യാറായത്. മുഖ്യമന്ത്രി അവർ കണ്ട ആശങ്ക അറിയിച്ചതിന് ശേഷവും മുഖ്യമന്ത്രി എന്താ പറഞ്ഞേ? ഒരു ചർച്ചയുമില്ല, വിചാരിച്ചതുപോലെ നടക്കും. എന്താ, മരുമകനല്ലേ ഇതിൻ്റെ മുമ്പിൽ നിൽക്കുന്നത്? ക്രെഡിറ്റ് മുഴുവൻ മരുമകനല്ലേ? അപ്പോൾ പിന്നെ മുഖ്യമന്ത്രിക്ക് എതിർത്ത് പറയാൻ കഴിയുമോ? അപ്പോൾ ആ രീതിയിൽ പിടിവാശി മൂലം, മുഖ്യമന്ത്രി നടത്തിയിട്ടുള്ള പിടിവാശി മൂലം, അല്ലെങ്കിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി നടത്തിയിട്ടുള്ള പിടിവാശി മൂലമാണ് ഇത്രയും വലിയ പ്രതിസന്ധി ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇതിനകത്തെ ടെക്നിക്കലായി ചെയ്യേണ്ട കാര്യങ്ങളെ സംബന്ധിച്ച് ഇവിടെ വളരെ സിമ്പിളായി പറഞ്ഞാൽ ഗോപികൃഷ്ണൻ ഒന്നേ ഉള്ളൂ. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ റോഡിൻ്റെയൊക്കെ പണി തീർക്കണം, അവരെ നിർബന്ധിച്ചുകൊണ്ടിരുന്നു. ഈ പറയുന്ന കമ്പനിയെ സംബന്ധിച്ചൊക്കെ തിരുവനന്തപുരത്ത് എത്രയോ റീച്ചുകൾ ചെയ്തിട്ടുള്ള കമ്പനിയാണ്. അപ്പോൾ കമ്പനി KNRC അവർ എന്താ പറയുന്നത്, പിന്നെ അവരുടെ ഷെയർ മാർക്കറ്റിൽ അവരുടെ പിന്നെ ഓഹരികൾ വിൽക്കുന്ന ഒരു കമ്പനി, അല്ലെങ്കിൽ ഷെയർ ഇത് ചെയ്തിട്ടുള്ള കമ്പനിയാണ്, ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു കമ്പനിയാണ്. ആ കമ്പനിയെ സംബന്ധിച്ച് ഞാൻ പറയുന്നത്, അവരെയൊക്കെ സമ്മർദ്ദപ്പെടുത്തിക്കൊണ്ട് ഇത്തരത്തിൽ ഇതിൻ്റെ പിന്നിൽ ആരാണെന്ന് ആരെങ്കിലും ഒന്ന് ഉത്തരവാദിത്വം ഏറ്റെടുക്കണ്ടേ? ഈ കമ്പനിയുടെ മേൽ മാത്രം വെച്ചാൽ തീരുമോ? കമ്പനി തോന്നുന്ന പോലെ കേരളത്തിൽ വന്ന് റോഡ് പണിച്ചിട്ട് അതാണ്, അതായത് ജനങ്ങളുടെ ചോദ്യങ്ങൾക്ക് ആരാണ് മറുപടി പറയേണ്ടത്? അതാണ് ശ്രീ ജ്യോതികുമാർ ചാമക്കാല താങ്കൾ പറഞ്ഞു. ആരെങ്കിലും ഇതിന്റെ ഉത്തരവാദിത്തം ഒക്കെ ഏറ്റെടുക്കണ്ടേ?